എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. നാഷണൽ ഹൈവേയിലൂടെ കുതിച്ചു പായുകയായിരുന്നു ആ കാർ. അതിന്റെ പിൻസീറ്റിൽ ചാരിക്കിടന്ന് അലസമായി പുറത്തേക്ക് നോക്കി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ. അടിയന്തിരമായി ചീഫ് മിനിസ്റ്റർ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് എന്തിനായിരിക്കും? അയാൾ ഓർത്തു. അയാൾ കണ്ണുകൾ ചേർത്തടച്ചു. ചീഫ് മിനിസ്റ്റർ റിവോൾവിംഗ് ചെയറിൽ അസ്വസ്ഥതയോടെ ഇരുന്നു. ഭിത്തിയിലെ ക്ലോക്കിൽ ഇടയ്ക്കിടെ കണ്ണുകൾ പറന്നു ചെന്നു പറ്റി. ഇയാൾ എന്തേ വൈകുന്നു? നഷ്ടമാകുന്ന ഓരോ നിമിഷവും അപകടകരമാണ്. ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയാണ് കമ്മീഷണർ അമരൻ. നിശ്വാസങ്ങളിൽ നിന്നു പോലും രഹസ്യം മണത്തറിയാനുള്ള കഴിവുണ്ട് അയാൾക്ക്. സർവീസ് റെക്കോർഡുകളിൽ യാതൊരു മൈനസ് പോയിന്റ് പോലും ഇല്ലാത്തവൻ. മഹാഗുരുജി അല്പം മുമ്പ് വിളിച്ചിരുന്നു. അമരൻ എത്തിയോ എന്നറിയുവാൻ. തന്നെ കൊണ്ട് കാര്യം സാധിക്കില്ലെങ്കിൽ ആഞ്ഞടിക്കുവാൻ കാത്തിരിക്കുകയാണ് ഗുരുജിയുടെ ആൾക്കാർ. കൊച്ചിയിൽ ചോരപ്പുഴകൾ ഒഴുക്കിയിട്ടായാലും വേണ്ടില്ല, അവർക്ക് സാധനം തിരികെ കിട്ടിയേ മതിയാകൂ. പിടിക്കപ്പെട്ടവരിൽ നിന്നും രഹസ്യങ്ങൾ ചോരും മുമ്പ് അവർ മരിച്ചേ മതിയാകൂ. ഇവിടെ എത്തിച്ചേരുന്ന അമരന്റെ മറുപടി എന്തെന്നറിഞ്ഞിട്ട് വേണം ഗുരുജിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ. ഇന്റർകോമിന്റെ ശബ്ദമാണ് CMനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. സർ, അമരൻ എത്തിയിരിക്കുന്നു, വരാൻ പറയൂ. ഹൃദയം വല്ലാതെ പിടഞ്ഞു. താനും അറിയാതെ അമരനെ ഭയപ്പെടുകയാണെന്ന് CM ഓർത്തു. ആദ്യമായി തന്നെ അറസ്റ്റ് ചെയ്തത് അമരനാണെന്ന് CM പെട്ടെന്ന് ചിന്തിച്ചു. അന്ന് അയാൾ SI ആയിരുന്നു. താൻ MLA ആയപ്പോഴും ആദ്യമായി ആഭ്യന്തരമന്ത്രിയായപ്പോഴും അമരനെ തളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപകടം മുൻകൂട്ടി അറിയുവാൻ ഒരു പോലീസ് നായയേക്കാൾ മിടുക്കനാണ് അയാൾ. തന്നെ കൊണ്ട് അയാളോട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നിരന്തരമായുള്ള ട്രാൻസ്ഫറാണ്. ഒരിടത്ത് ഇരിപ്പുറയ്ക്ക് മുമ്പ് അടുത്ത സ്ഥലത്തേക്ക്. ഓർഡർ കിട്ടിയാൽ ഉടനെ അയാൾ പെട്ടിയും എടുത്തിറങ്ങും. ഒരിക്കൽ തന്റെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞതാണ്, സർ, 2 കാര്യങ്ങൾ എപ്പോഴും എന്നോടൊപ്പമുണ്ട്. ഒന്ന്, വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടി. ഈ കേരളത്തിന്റെ ഏതു ഭാഗത്തായാലും എനിക്കൊരുപോലെയാണ് സർ. 2, എൻ്റെ പാൻസിന്റെ കീശയിൽ ഒരു രാജിക്കത്തും സദാ ഉണ്ടായിരിക്കും. എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, മറ്റുള്ളവരുടെ പ്രേരണ സഹിക്കാതെയാകുമ്പോൾ എനിക്ക് ഈ കാക്കി അഴിച്ചെറിയണം. അല്ലാതെ കാക്കി ധരിച്ചുകൊണ്ട് ഒരു ക്രിമിനലാകുവാൻ എനിക്ക് വയ്യ. അത്തരം ആൾക്കാർ കണ്ടേക്കാം, അമരൻ അത് ചെയ്യില്ല. സ്വന്തം അമ്മയെ മക്കൾ തന്നെ വ്യഭിചരിക്കാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുന്നതിനേക്കാൾ ഹീനമാണത് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ദാറ്റ്സ് അമരൻ സ്റ്റൈൽ. മൊസൈക്ക് ഫ്ലോറിൽ കാലടി ശബ്ദം. ചീഫ് മിനിസ്റ്റർ നെറ്റി ചുളിച്ചു. അമരൻ വരുന്നു. ഒന്ന് പതുക്കെ നടന്നുകൂടെ ഇയാൾക്ക്? തറയിപ്പ ചവിട്ടി പൊളിക്കുമെന്ന ഭാവമാണ്. ഹാഫ് ഡോറിന് മുന്നിൽ കാലുകൾ നിശ്ചലമായി. മേ ഐ കമിൻ സർ? ഘനഗംഭീരമായ ശബ്ദം. യെസ്. ഹാഫ് ഡോർ തുറക്കപ്പെട്ടു. കണ്ണുകളിൽ നക്ഷത്രക്കൂട്ടങ്ങളെ ആവാഹിച്ചു നിർത്തിയിട്ടുള്ള ആ പോലീസ് ഓഫീസർ അകത്തേക്ക് വന്ന് അറ്റൻഷനായി. സർ, സല്യൂട്ട് ചെയ്തു. ചീഫ് മിനിസ്റ്റർ അമരനെ ആദ്യം കാണുന്നത് പോലെ നോക്കി. ടേക്ക് യുവർ സീറ്റ് സർ. യാതൊരു മടിയും കൂടാതെ അമരൻ ഇരുന്നു. താങ്കൾ അടിയന്തിരമായി കാണണമെന്ന് പറഞ്ഞത്? പറയാം. അമരന് കഴിക്കാൻ മിനിസ്റ്റർ ബെൽ അമർത്തുവാൻ ഭാവിച്ചു. താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട സർ. ചീഫ് മിനിസ്റ്ററുടെ അമിതലോഹ്യത്തിനുള്ള ഉത്തരം തേടുകയായിരുന്നു അമരൻ. കൊച്ചിയിലെ ജോലിയൊക്കെ എങ്ങനെ? കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും ഒരുപോലെ തന്നെ സർ. VVIPകൾക്ക് പ്രൊട്ടക്ഷൻ, അധോലോകക്കാർക്ക് പാദസേവ, അങ്ങനെ പോകുന്നു. അമരൻ അമർത്തിച്ചിരിച്ചു. CMന്റെ മുഖം വിളറി. ഇന്ന് താനൊരു വേട്ട നടത്തിയെന്നറിഞ്ഞു. 1.5 കോടിയോളം രൂപയുടെ. സർ, അതൊരു സർവകാല റെക്കോർഡാണ്. തീർച്ചയായും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അമരന് തന്നെയാണ് സർ. ബൈ സാധനം ആരുടേതാണെന്ന് വല്ലതും തെളിഞ്ഞോ? ഐ മീൻ, വല്ല അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരും? അതോ വിദേശികളുടെ നേരിട്ടുള്ള ഇടപാട്? തീർത്തു പറയാറായിട്ടില്ല സർ. എങ്കിലും എനിക്ക് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത്, ഇപ്പോൾ ഇവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില മന്ത്രിമാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണിതെന്ന്. ചീഫ് മിനിസ്റ്ററുടെ മുഖം വിളറിപ്പോയി. അവർ ആരുടെയെങ്കിലും പേര് പറഞ്ഞോ? പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി. അമരൻ ചീഫ് മിനിസ്റ്ററുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാതെ തട്ടിവിട്ടു.
ചീഫ് മിനിസ്റ്ററുടെ ഓരോ ഭാവങ്ങളും സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു അയാൾ. ദിവാകരൻ ഇനി എന്തു പറയണമെന്നറിയാതെ ഇരിക്കുകയാണ്. അമരൻ ഇങ്ങോട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയെ വിയർക്കുകയാണെന്ന് അമരൻ അറിഞ്ഞു. തന്റെ വാക്കുകൾ കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിരിക്കുന്നു. സാർ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അമരൻ അദ്ദേഹം കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം നമ്മൾ ഇരുവരും മാത്രമേ അറിയാവൂ. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? ഷുവർ സാർ. എങ്കിൽ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആ മയക്കുമരുന്നും ആൾക്കാരും പുറത്തു വരണം സർ. യെസ്, ഈ നാടിന് വളരെ വേണ്ടപ്പെട്ട ചിലർ ഇതിനു പിന്നിലുണ്ട്. എനിക്കും തനിക്കുമൊന്നും അവരെ തൊടാൻ പോലും കഴിയില്ല. അതറിഞ്ഞുകൊണ്ട് എതിർത്തു നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി സർ. അമരന്റെ സ്വരം കനത്തു. താങ്കൾ ഈ പറഞ്ഞത് ഒരു പിമ്പിന് പോലും ചേരാത്ത വാക്കുകളാണ്. പിടഞ്ഞുപോയി ദിവാകരൻ. തളർച്ചയോടെ അദ്ദേഹം അമരന്റെ മുഖത്ത് നോക്കിയിരുന്നു. തൊട്ടാൽ പൊള്ളുന്നവരെ തൊടുന്നതാണ് എനിക്കിഷ്ടം. ഏതായാലും കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തുന്നവന്മാരെ ദൈവമായി കാണാൻ അമരൻ പഠിച്ചിട്ടില്ല. കള്ളക്കടത്തുകാർ എങ്ങനെ നാടിന് വേണ്ടപ്പെട്ടവരാകും എന്നെനിക്ക് മനസ്സിലാകുന്നുമില്ല. സാർ ഈ പറഞ്ഞ ആ ബാസ്റ്റാർഡുകളെ ഞാൻ സാറിന് മുന്നിലിട്ട് ചവിട്ടിയേക്കാം സാർ. ദിവാകരൻ ഉത്തരം മുട്ടി. ഇനി എന്തു പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്തു വന്നാലും മഹാഗുരുജിയാണ് ഇതിന് പിന്നിലെന്ന് അമരൻ അറിയരുത്. അപ്പോ ഞാൻ പോകട്ടെ സാർ. അമരൻ എണീറ്റു. പോകാൻ വരട്ടെ. ഞാൻ പറഞ്ഞ കാര്യം സോറി സാർ. എന്റെ നിർദ്ദേശവും താൻ നിരസിക്കുന്നു. സോറി സാർ. താങ്കൾ ഒരിക്കലും നിർദ്ദേശിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. നോ, നിങ്ങൾ അവരെ വിട്ടേ മതിയാകൂ. ദിവാകരന്റെ ശബ്ദം മാറി, ഭാവം മാറി. സാർ. അതേ നാണയത്തിൽ അമരൻ തിരിച്ചടിച്ചു. താങ്കൾ ഇരിക്കുന്ന ഈ കസേരയിൽ ഒരുപാട് മഹാന്മാർ ഇരുന്നിട്ടുള്ളതാണ്. അത് മറക്കരുത്. അതുകൊണ്ട് താങ്കളെ ബഹുമാനിച്ചില്ലെങ്കിലും ഈ ചെയറിനെ ബഹുമാനിച്ചേ പറ്റൂ. ഈ കസേരയിൽ ഇരുന്നു പോയി എന്ന് കരുതി എന്തുത്തരവും പുറപ്പെടുവിക്കാം എന്ന് വ്യാമോഹിക്കരുത്. ദിവാകരൻ പല്ല് കടിച്ചു. ഷട്ടപ്പ്. അല്പം സ്വാതന്ത്ര്യം തന്നുവെന്ന് കരുതി തലയിൽ കയറിയിരുന്നു ഭരിക്കാനുള്ള ഒരു ലൈസൻസായി അതിനെ കാണരുത്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ കസ്റ്റഡിയിലെടുത്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യരുത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. ദിസ് ഈസ് മൈ ഓർഡർ. സാർ, ഞാൻ ഈ ഓർഡർ അനുസരിക്കാം. ഒരു വ്യവസ്ഥയിൽ. താങ്കളുടെ ഓഫീസ് ലെറ്റർ പാഡിൽ എഴുതിയ ഒരു ഓർഡർ താങ്കൾ തന്നെ സൈൻ ചെയ്തു തരണം. ഞാൻ ചെയ്യാം. അതിന് താങ്കളെ കൊണ്ടാവുമോ? CM പതറി. മിസ്റ്റർ അമരൻ. യെസ് സാർ. തനിക്ക് പോകാം. പക്ഷേ താൻ കൊച്ചിയിലെത്തും മുമ്പ് അവരെ പുറത്തിറക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമരൻ അപ്പോഴും ചിരിച്ചു. കീശയിൽ നിന്ന് ഒരു കവർ എടുത്തു കാട്ടി. ഇതിനുള്ളിൽ ഡേറ്റ് വെക്കുന്ന ഒരു ജോലി മാത്രമേ ബാക്കിയുള്ളൂ. സാർ അത് മറക്കണ്ട. തറ ചവിട്ടിക്കുലുക്കി അമരൻ ഇറങ്ങിപ്പോയി. CMന്റെ കൈ ടെലിഫോണിന് നേരെ നീണ്ടു. ആശ്രമം. മഹാഗുരുജി ചാടി എണീറ്റു. ഫോൺ തറയിൽ എറിഞ്ഞുടച്ചു. ആ നായിന്റെ മോൻ നമ്മുടെ ആൾക്കാരെ വിടില്ലെന്ന്. മുന്നിൽ ഗുണ്ടകൾ ആജ്ഞ കാത്തു നിന്നു. ഗുരുജി അലറി. മുന്നിൽ വാതിൽ തുറന്നടഞ്ഞു. കൊല്ലാൻ മാത്രം അറിയുന്ന ഗുരുജിയുടെ വലങ്കൈ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കാക്കി അണിഞ്ഞ പട്ടി നാഷണൽ ഹൈവേയിലൂടെ കൊച്ചിക്കുള്ള മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതുതന്നെയാവണം അവന്റെ അന്ത്യയാത്രയും. നാഷണൽ ഹൈവേയിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ ടയറുകൾക്ക് അവന്റെ ചോര ഒരാവരണമാകണം. ഗുരു. ആ കൊലയാളിയുടെ മുടിയിഴകൾ അനങ്ങി. അയാൾ വെട്ടിത്തിരിഞ്ഞു. പിന്നാലെ മറ്റുള്ളവരും. വാതിൽ തുറന്നടഞ്ഞു. ഗുരുജി പുഞ്ചിരിച്ചു. ആശ്രമത്തിൽ നിന്നും ഒരു വാൻ കുതിച്ചു പാഞ്ഞു. മടക്കയാത്രയിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ. നേരത്തെ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഒരു ചീഫ് മിനിസ്റ്റർ പറയേണ്ട വാചകങ്ങളായിരുന്നില്ല ദിവാകരൻ പറഞ്ഞത്. സാർ, ഡ്രൈവർ വിളിച്ചു. എന്താടോ? കുറെ നേരമായി ഒരു വാൻ നമ്മുടെ പിന്നാലെയുണ്ട്. അവർ നമ്മളെ ഫോളോ ചെയ്യുകയാണെന്ന് തോന്നുന്നു. അമരൻ തിരിഞ്ഞു നോക്കി. കൂളിംഗ് ഗ്ലാസ് ആയതിനാൽ അയാൾ നോക്കുന്നത് വാനിലുള്ളവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ അമരനും അപകടം ഉറപ്പായി. അയാൾ കീശയിൽ കൈ തടവി നോക്കി. റിവോൾവർ ഭദ്രമാണ്. ഡ്രൈവർ അല്പം കൂടി ആക്സിലേറ്റർ അമർത്തി. സ്പീഡോമീറ്ററിലെ സൂചി 110 നിന്ന് വിറച്ചു. അവൻ നമ്മളെ കണ്ടെന്ന് തോന്നുമല്ലോ. പുറകിലെ വാനിലിരുന്ന് അയാൾ പിറുപിറുത്തു. വാനിന് വീണ്ടും വേഗതയേറി. അയാൾ
മെഷീൻ ഗണ്ണിൽ പിടിമുറക്കി. ഗ്ലാസ് ഉയർത്തിക്കോ, അമരൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയതിനൊപ്പം താനിരുന്ന ഭാഗത്തെയും ഗ്ലാസ് ഉയർത്തി. ശത്രുവിന് തങ്ങളുടെ യഥാർത്ഥ പൊസിഷൻ അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇതിനിടെ സീറ്റിന് മുകളിലൂടെ അമരൻ മുന്നിലെത്തി. യാതൊരു സംശയവും പിന്നിൽ നിന്ന് വരുന്നവർക്ക് തോന്നാത്ത രീതിയിൽ ഡ്രൈവറെ മാറ്റിയിട്ട് കാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നവജീവൻ കൈവന്നതുപോലെ പായുകയായിരുന്നു കാർ. റാസ്കൽ! ആ കൊലയാളി പല്ലു ഞെരിച്ചു. നീ എന്നെ കളി പഠിപ്പിക്കാറായോ? അയാൾ ഡ്രൈവറെ നോക്കി അലറി. ഈ വാനിന് ഇത്രയും വേഗതയുള്ളോടോ? ഡ്രൈവർ നിസ്സഹായതയോടെ അയാളെ നോക്കി. ഡ്രൈവറെ തള്ളിമാറ്റി അയാളും വാനിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീടൊരു മരണപ്പാച്ചിലായിരുന്നു. കിലോമീറ്ററുകൾ പിന്നോട്ടോടി മറഞ്ഞു. വീണ്ടും കാറും വാനും അടുത്തെത്തി. പൊടുന്നനെ അമരൻ ബ്രേക്ക് അമർത്തി. പുറകിലുണ്ടായിരുന്നവർ അത് തീരെ പ്രതീക്ഷിച്ചില്ല. വാൻ കാറിൽ വന്നിടിച്ചു. അതേ സെക്കൻഡിൽ അമരൻ കാർ മുന്നോട്ടെടുക്കുകയും ചെയ്തു. വാൻ പാളി. ഫുട്പാത്തിൽ ചെന്നിടിച്ച് അത് വീണ്ടും റോഡിലേക്ക് തിരിഞ്ഞു. വീണ്ടും യാത്ര. കൊലയാളി ഒരു കൈയിൽ ഗണ്ണെടുത്തു. അതിന്റെ കുഴൽ പുറത്തേക്ക് നീണ്ടു. അമരൻ റിയർ വ്യൂ മിററിലൂടെ അപകടം കണ്ടു. പിന്നിൽ നിന്നും തുടരെ വെടിമുഴങ്ങി. അമരൻ കാർ വെട്ടിച്ചു. എങ്കിലും വെടിയുണ്ടകൾ ടയർ തകർത്തു. കാറിന്റെ നിയന്ത്രണം വിട്ടു. അമരൻ ബ്രേക്ക് അമർത്തി. ലക്ഷ്യം കിട്ടുന്നില്ല. റോഡിന്റെ ഓരത്ത് നിന്നിരുന്ന ഒരു മരത്തിൽ ചെന്നിടിച്ച് കാർ ഒരു വശം ചരിഞ്ഞു മറിഞ്ഞു. വാൻ അതിന്റെ തൊട്ടരികിൽ നിന്നു. അല്പനേരം കാത്തിരുന്നിട്ടും അതിൽ നിന്നും ആരും പുറത്തേക്ക് വരുന്നത് കണ്ടില്ല. അങ്ങിങ്ങി നിന്ന് ആൾക്കാർ ഓടിക്കൂടാൻ തുടങ്ങിയിരുന്നു. തോക്കുമായി ആ കൊലയാളി ചാടിയിറങ്ങി. അത് കണ്ടപ്പോ ഓടി വന്നവർ പരിങ്ങി നിന്നു. അയാൾ കാറിന്റെ ഒരു ഡോർ വലിച്ചു തുറന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു കൈ പുറത്തേക്ക് നീണ്ടുവന്നു. അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് പിന്നീട് നടന്നത്. ശക്തമായ ഇടിയേറ്റ് കയ്യിൽ നിന്നും ഗൺ വഴുതി വീണു. ഒപ്പം അയാൾ കാറിനുള്ളിലേക്ക് പകുതിയോളം വലിച്ചു കയറ്റപ്പെട്ടു. കാഴ്ചക്കാർ അമ്പരന്ന് നിൽക്കുകയാണ്. കൊലയാളിയുടെ കൂട്ടുകാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വെടിവെച്ചാൽ അയാളും പിടഞ്ഞു വീഴും. എന്തു വേണമെന്നറിയാതെ അവരെങ്ങനെ പതറിയിരിക്കുമ്പോ അയാൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. ഒപ്പം അമരനും. അമരന്റെ കയ്യിലിരുന്ന റിവോൾവർ അയാളുടെ വായിൽ കുത്തിക്കയറ്റിയിരുന്നു. മരവിപ്പ് ബാധിച്ച നിമിഷങ്ങൾ. അയാൾക്കൊന്ന് ചലിക്കുവാൻ കൂടി കഴിഞ്ഞില്ല. അമരന്റെ കൈവിരൽ അറിയാതെ ഒന്ന് ചലിച്ചുപോയാൽ തണ്ണിമത്തൻ പോലെ അയാളുടെ ശിരസ് ചിതറും. തുറക്കപ്പെട്ട വാതിലിലൂടെ ഡ്രൈവറും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അമരന്റെ നെറ്റിപൊട്ടി ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾ അത് വകവച്ചില്ല. പെട്ടെന്ന് വാൻ അവിടെ നിന്നും പാഞ്ഞുപോയി. അമരൻ ചിരിച്ചു. നിന്റെ കൂട്ടാളികൾ നിന്നെ എനിക്ക് വിട്ടു തന്നിട്ട് പോയി അല്ലേ? ആ കൊലയാളിയുടെ കണ്ണുകൾ തറയിൽ കിടക്കുന്ന തോക്കിലായിരുന്നു. തന്റെ കയ്യിൽ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വീരവാദം മുഴക്കാൻ ഈ പോലീസ് ഓഫീസർ മുന്നിലുണ്ടാവുമായിരുന്നില്ലെന്ന് അയാൾ ഓർത്തു. എന്താ, ആ തോക്ക് വേണമെന്നുണ്ടോ? വായിൽ റിവോൾവർ ഇരിക്കുമ്പോൾ അയാൾ സംസാരിക്കുന്നത് എങ്ങനെ? അമരൻ റിവോൾവർ പതിയെ പുറത്തേക്ക് വലിച്ച് ശരീരത്തിലൂടെ ഉരച്ച് താഴേക്ക് നീക്കി തൊണ്ടക്കുഴിയിൽ അമർത്തി. പോലീസ് ഡ്രൈവർ അപ്പോഴേക്കും തോക്കെടുത്തു കഴിഞ്ഞിരുന്നു. അമരന്റെ നെഞ്ചിലെ നെയിം സ്ലിപ്പിലേക്ക് അയാൾ നോക്കി. പിന്നെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, ഈ യൂണിഫോമിൽ അമരൻ എന്ന പേര് ഇനിയും ഇങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്നെ വിട്ടയക്കണം. മരണത്തിന്റെ ശബ്ദമാണതെന്ന് അമരൻ തിരിച്ചറിഞ്ഞു. ഇയാളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണെന്ന്. ഏറെ സൂക്ഷിക്കേണ്ടതും ഇക്കൂട്ടരെയാണ്. അയാളുടെ മുഖത്ത് ഭയത്തിന്റെ ഭാവമേ ഇല്ലായിരുന്നു. അമരൻ നെറ്റിച്ചുളിച്ചു. നിന്നെ വിട്ടയക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ. അതിനു മുമ്പ് നീ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ മതിയാകൂ. ഒരക്ഷരം പോലും എന്റെ നാവിൽ നിന്ന് വീണ് കിട്ടുമെന്ന് കരുതണ്ട. കമ്മീഷണർ അവനെ സൂക്ഷിച്ചു നോക്കി. അവർക്ക് ചുറ്റും കാഴ്ചക്കാർ ഒരു വലയം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യമായാണ് തനിക്ക് ഇത്തരമൊരു പരാജയമെന്ന് അയാൾ ഓർത്തു. അമരൻ മറ്റുള്ള പോലീസ് ഓഫീസർമാരെക്കാൾ ഒരു പടി കൂടി മുകളിലാണെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പറ്റിപ്പോയത്. രക്ഷപ്പെടാൻ ഒരു അവസരമായിരുന്നു ഇപ്പോൾ അയാൾക്ക് വേണ്ടത്. ഇവിടെ നിന്നും ഇയാൾ തന്നെ കൊണ്ടുപോയാൽ ഇനി ഗുരുജിയുടെ ഒരു വെടിയുണ്ടയായിരിക്കും തന്നെ തേടിയെത്തുക. ഒരു പോലീസ് വാഹനത്തിന്റെ മൂളൽ കേട്ടു. അമരൻ തലതിരിച്ചു. സൈറൻ ഇട്ടുകൊണ്ട് പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് അവിടെ ബ്രേക്ക് ചെയ്തു. ആൾക്കാർ വഴിയൊഴിഞ്ഞു. ജീപ്പിൽ നിന്നിറങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടർ കമ്മീഷണർക്ക് സല്യൂട്ട് ചെയ്തു. സർ, അറസ്റ്റ് ഹിം. കമ്മീഷണറുടെ കൽപ്പന. കൊലയാളിയുടെ കയ്യിൽ വിലങ്ങു വീണു. അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡ് കണ്ടു. ജീപ്പ് അവിടേക്ക് തിരിഞ്ഞു. ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് പോകാം സർ, CI പറഞ്ഞു. കമ്മീഷണർ സമ്മതിച്ചു. അയാളും ഡ്രൈവറും ഇറങ്ങിപ്പോയി. തോക്ക് സീറ്റിൽ വെച്ചു. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞങ്ങൾ പോയിട്ട് വരാം.
ആ കൊലയാളിയെ കരുതിയാണ് അമരൻ അങ്ങനെ പറഞ്ഞത്. സർ, അമരനും ഡ്രൈവറും ഹോസ്പിറ്റലിന്റെ വാതിൽക്കലേക്ക് നടന്നു. ഡ്രൈവർക്കും സാരമായ പരിക്കുണ്ടായിരുന്നു. പിന്നിൽ ജീപ്പിന്റെ ശബ്ദം കേട്ടാണ് ഇരുവരും തിരിഞ്ഞത്. ജീപ്പ് വെട്ടിത്തിരിയുകയാണ് പുറത്തേക്ക്. സ്റ്റോപ്പ്! അമരൻ അലറി. പൊടുന്നനെ അയാൾ സീറ്റിൽ വെച്ചിട്ട് പോന്ന യന്ത്രത്തോക്കുമായി സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പിന് പിന്നിലെത്തി. സാർ! ഡ്രൈവർ അലറി വിളിച്ചു. ഇത് ചതിയാണ്. അമരൻ റിവോൾവർ എടുത്തു. പക്ഷേ അപ്പോഴേക്കും സർക്കിൾ ഇൻസ്പെക്ടർ ട്രിഗർ അമർത്തിക്കഴിഞ്ഞിരുന്നു. മൂളിപ്പറന്ന വെടിയുണ്ടകൾ അവരുടെ നേരെ ഒരു വലയമായി പാഞ്ഞു വന്നു. ഒരു നിലവിളി അവിടെ മുഴങ്ങി. ഹോസ്പിറ്റലിലും പരിസരങ്ങളിലുമുള്ളവർ മുഴുവൻ നടുങ്ങിപ്പോയ ചില നിമിഷങ്ങൾ. പടക്കങ്ങൾക്ക് തീപിടിച്ചതാണെന്നാണ് ആദ്യം പലരും കരുതിയത്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന രണ്ടുപേർ യന്ത്രത്തൊക്കെ വലിച്ചെറിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പിൽ ചാടിക്കയറി. ആ കൊലയാളിയെയും കൊണ്ട് അത് പാഞ്ഞുപോയി. കമ്മീഷണർ അമരൻ കണ്ണുകൾ തുറന്നു. താൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുവാൻ അയാൾക്ക് പ്രയാസം നേരിട്ടു. തന്നെ ചാരി നിൽക്കുകയാണ് ഡ്രൈവർ. പരമേശ്വര! അമരൻ വിളിച്ചു. പക്ഷെ ഡ്രൈവർ ചലിച്ചില്ല. അയാളുടെ ശരീരത്തു നിന്നും അപ്പോഴും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അമരൻ അയാളെ കുലുക്കി വിളിച്ചു. പക്ഷേ അമരന്റെ ശരീരത്തിൽ ഉരഞ്ഞ് ഡ്രൈവറുടെ ശരീരം തറയിലേക്ക് വീണു. ജീവന്റെ ഒരു കണിക പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അമരന്റെ കണ്ണുകൾ ഈറനായി. സർക്കിൾ ഇൻസ്പെക്ടർ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ മുന്നിലേക്ക് ചാടി അയാൾ ഒരു പരിച പോലെ നിന്ന് വെടിയുണ്ടകളെല്ലാം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആ കൊലയാളി രക്ഷപ്പെട്ടതിലായിരുന്നില്ല അമരന് ദുഃഖം. പകരം തന്നെ 2 വർഷമായി സേവിക്കുന്ന ഡ്രൈവറുടെ വേർപാടിലായിരുന്നു. ഛേ! മഹാഗുരുജി അസ്വസ്ഥനായി. അയാളുടെ കണ്ണുകൾ ആ കൊലയാളിയുടെ മുഖത്തേക്ക് നീണ്ടു. എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണോ ഗുരോ? അയാൾ പരിങ്ങി. അപ്രതീക്ഷിതമായിരുന്നു പലതും. മഹാഗുരുജി എന്ന ചെകുത്താൻ മരണമടഞ്ഞു എന്നുള്ള സന്തോഷത്തിലായിരുന്നു അരുന്ധതി വർമ്മ. തന്റെ കുഞ്ഞിനെ അയാളാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ലായിരുന്നു. പക്ഷേ മരണമടഞ്ഞ ഗുരുജിയുടെ ആത്മാവ് വീണ്ടും ശരീരത്തെ പ്രാപിച്ചുവെന്നുള്ള വിഡ്ഢിത്തം വിശ്വസിക്കുവാൻ അവൾ ഒരുക്കമായിരുന്നില്ല. തനിക്ക് തന്നെ അനുഭവമുള്ളതാണല്ലോ. അയാൾ അമേരിക്കയിലാണെന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോഴും അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അയാളെപ്പോലെ പലരുണ്ടെന്ന് അയാൾ തന്നെ തന്റെ അരികിൽ സമ്മതിച്ചതുമാണല്ലോ. വർമ്മ ഓഫീസിൽ പോയിരിക്കുകയാണ്. രാജശേഖരനും അവിടെയില്ല. ഫോൺ ശബ്ദിച്ചു. അരുന്ധതി കിടക്കയിൽ കിടന്നുകൊണ്ട് കൈ നീട്ടി റിസീവർ എടുത്തു. ഹലോ, അരുന്ധതി അല്ലേ? ആ ശബ്ദം ഒരു നടുക്കത്തോടെ അവൾ തിരിച്ചറിഞ്ഞു. മഹാഗുരുജി. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. എന്നെ നിനക്ക് മനസ്സിലായി അല്ലേ? അപ്പോഴും അവൾ മിണ്ടിയില്ല. നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണോ? വേണം. ഉത്തരം പെട്ടെന്നായിരുന്നു. അരുന്ധതി കിടക്കയിൽ നിന്നും ചാടി എണീറ്റു. അവൾ എന്റെ അരികിലുണ്ട്. അവളെ ഒന്നും ചെയ്യരുത്. എന്തിന്? എനിക്ക് വേണ്ടത് നിന്നെയല്ലേ. നീ എന്നെ അനുസരിച്ചില്ലെങ്കിൽ മാത്രമേ ഞാൻ കുട്ടിയെ ഉപദ്രവിക്കൂ. ഞാൻ ഇതുവരെ നിങ്ങളെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. അതെനിക്കറിയാം. ഗുരുജി ചിരിക്കുന്നത് അവൾ കേട്ടു. നിന്റെ ഭർത്താവും അമ്മായിയപ്പനും ഇപ്പോൾ അവിടെ ഇല്ല, ശരിയല്ലേ? അവൾ സമ്മതിച്ചു. നീ ഇവിടേക്ക് വരിക. നിന്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാം. എവിടേക്ക്? അരുന്ധതിക്ക് തിടുക്കമായിരുന്നു. തന്റെ പൊന്നുമോളെ കാണണം. അവളെ കെട്ടിപ്പിടിച്ചുറങ്ങണം. കഴിഞ്ഞ തവണ നീ വന്ന വീടില്ലേ, അവിടേക്ക് തന്നെ. ശരി, ഞാൻ വരാം. അവൾ റിസീവർ വെച്ചു. തിടുക്കത്തിൽ ഡ്രസ്സു മാറി. ഈ സമയത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഇരുന്ന മനുഷ്യൻ വർമ്മയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഫോണിൽ നടന്ന സംഭാഷണം അത്രയും പറയുകയായിരുന്നു. തന്റെ വീട്ടിലേക്കുള്ള കോളുകൾ ശ്രദ്ധിച്ച് വിവരം പറയണമെന്ന് വർമ്മ എക്സ്ചേഞ്ചിലെ ജീവനക്കാരനോട് പറഞ്ഞിട്ട് അയാൾക്ക് നല്ലൊരു തുകയും കൊടുത്തിരുന്നു. വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ വർമ്മയുടെ രക്തം തിളച്ചു. താൻ സംശയിച്ചിരുന്നതൊക്കെ ശരിയാണെന്ന് അയാൾക്ക് തോന്നി. മാത്രമല്ല, കുട്ടിയുടെ കാര്യം അയാൾക്ക് പുതിയ അറിവായിരുന്നു. അത് അവളുടെ കുട്ടിയാണ്. വർമ്മ പല്ലുകൾ ഞെരിച്ചു. വഞ്ചകി! ഇത്രയും കുടിലബുദ്ധി ഒരിക്കലും പുരുഷന്മാരുടെ മനസ്സിൽ ഉണ്ടാകുകയില്ലെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ അവളെ വിളിച്ച പുരുഷ ശബ്ദം ആരെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഈ നാടകത്തിന് തിരശീല വീഴേണ്ട സമയമായിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. വർമ്മ എണീറ്റു. ഓഫീസിലുള്ള മറ്റൊരാളുടെ ബൈക്ക് കടമെടുത്തു. ഹെൽമറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ മുന്നിൽ വന്നു നിന്നാലും അരുന്ധതി തന്നെ തിരിച്ചറിയുകയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അരുന്ധതി പട്ടണത്തിലെ പ്രധാന കവലയിലെത്തിയപ്പോൾ എതിരെയുള്ള റോഡിലൂടെ വർമ്മയുടെ ബൈക്കും വന്നു. പക്ഷേ അരുന്ധതി അത് മനസ്സിലാക്കിയില്ല. പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങിയ അരുന്ധതിയുടെ പിന്നിൽ പുലി മുരണ്ടു. അവൾ തല തിരിച്ചു നോക്കി. പുലി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കെട്ടിടത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. തന്നെ ആദ്യമായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യനെ അവൾ തിരിച്ചറിഞ്ഞു. വരൂ.
അയാൾ പറഞ്ഞു. യാതൊരു സങ്കോചവും കൂടാതെ അവൾ അകത്ത് കയറി വാതിലടഞ്ഞു. വിശാലമായ വിസിറ്റിംഗ് റൂമിലെ ഉണക്കമരത്തിൽ ഇത്തവണ 2 സർപ്പങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. സർപ്പങ്ങളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ അത് ശ്രദ്ധിക്കാതെ 2ാം നിലയിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി. ജിനുവിനെ കാണാനുള്ള തിടുക്കം. 2ാം നിലയിൽ ഗുരുജി ഉണ്ടായിരുന്നു. ആട്ടുകട്ടിലിൽ കിടക്കുകയായിരുന്നു അയാൾ. എന്റെ കുഞ്ഞെവിടെ? ചെന്നപാടെ അവൾ തിരക്കി. ഇത്ര ധൃതി എന്താ അരുന്ധതി? മഹാഗുരുജി ചിരിച്ചു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് അരുന്ധതി ഇവിടെ നിന്നും തിരികെ പോകുമ്പോൾ ജിനു കൂടെയുണ്ടായിരിക്കും. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ജോലിയുണ്ട് നിനക്ക്. ഗുരുജി, അവൾ അയാളെ തൊഴുതു. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം. പറ്റില്ല, അയാൾ തീർത്തു പറഞ്ഞു. ഇന്ന് നീ ഇവിടെ നിന്നും കുട്ടിയെയും കൊണ്ടുപോയാലും ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ വന്നേ മതിയാകൂ. അരുന്ധതിക്ക് എതിർക്കാൻ കഴിയുമായിരുന്നില്ല. പേടിക്കണ്ട, ഇത്തവണ കൊച്ചു പിള്ളേരാണ്, കോളേജിൽ പഠിക്കുന്നവർ. അവർക്ക് നീ എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അരുന്ധതി യാന്ത്രികമായി അടുത്ത മുറിയിലേക്ക് നടന്നു. അവിടെ മയക്കുമരുന്നടിച്ച് കിറങ്ങിയിരിക്കുന്ന 4 കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഹായ്! അരുന്ധതിയെ കണ്ടവർ അലറി വിളിച്ചു. പെട്ടെന്നാണ് എല്ലാം നടന്നത്. അരുന്ധതി ഒന്ന് അനങ്ങുക പോലും ചെയ്യുന്നതിന് മുമ്പ് അവന്മാർ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയെറിഞ്ഞു. വിഷം നലഞ്ഞ ചെന്നായ്ക്കളായി മാറിയവർ. അവർ അരുന്ധതിയെ പിച്ചിച്ചീന്തി. അവളുടെ തേങ്ങൽ നിലവിളിയായി പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.